ഇൻഷുറൻസ് മേഖലയെക്കുറിച്ച് നമ്മൾ പലരും ഇപ്പോഴും അജ്ഞരാണ്. ഗർഗാഷ് ഇൻഷുറൻസ് UAE ഒരു പ്രശസ്തമായ ഇൻഷുറൻസ് കമ്പനിയാണ്. അതിൻ്റെ സ്ഥാപകൻ മലയാളിയാണ് ശ്രീ OV മുസ്തഫ. OV എന്നാൽ കേരളത്തിലെ ഒരു വളരെ പ്രശസ്തമായ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു മുസ്ലിം തറവാടാണ്. അവിടെ നിന്നുള്ള ശ്രീ OV മുസ്തഫയാണ് ഇൻഷുറൻസ് മേഖലയെക്കുറിച്ചും ഗർഗാഷിനെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നത്. വടക്കൻ കേരളത്തിലെ പുരാതനമായ ഒലിയത്ത് വടയിൽ എന്ന മുസ്ലിം തറവാട്ടിൽ നിന്നും ജീവിതത്തിൻ്റെ മറുതീരം തേടി കടൽ കടന്ന മലയാളിയാണ് ശ്രീ OV മുസ്തഫ. ഇദ്ദേഹത്തിന് 8 വയസ്സുള്ളപ്പോൾ പിതാവ് ഇബ്രാഹിം മരണപ്പെട്ടു. പിന്നീട് മാതാവ് OV ഖദീജയുടെ ശിക്ഷണത്തിൽ വിദ്യാഭ്യാസത്തിനും സംസ്കാരത്തിനും പേരുകേട്ട OV തറവാട്ടിലെ ഈ ഇളം തലമുറക്കാരൻ വിശാലമായ തൻ്റെ ചുറ്റുമുള്ള ലോകത്തെ കാണുകയും അറിയുകയും ചെയ്തു. ആ അറിവുമായാണ് മുസ്തഫ വിമാനം കയറുന്നത്. പ്രവാസം സ്വീകരിക്കേണ്ടി വന്നതെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ പൊതുവേ നമ്മുടെ നാട്ടിലുള്ള തൊഴിലില്ലായ്മ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ കുറവ്, പിന്നെ ഗൾഫിനോടുള്ള ഒരു ഭ്രമം, ഇതൊക്കെ ചേർന്ന് വന്നപ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ്. പിന്നെ കുറേ ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരർത്ഥത്തിൽ ഗൾഫിലാണ് കുറേ കൂടി സാധ്യതകളുള്ളത് എന്ന് കണ്ടുകൊണ്ട് ആണ് പ്രവാസ ജീവിതം തുടങ്ങുന്നത്. ബാങ്കിംഗ് മേഖലയിലെ ജോലി പരിചയവും തുടർന്ന് ഇൻഷുറൻസ് രംഗത്ത് കിട്ടിയ അനുഭവ സമ്പത്തും കൈമുതലാക്കി ഈ മറുനാടൻ മണ്ണിൽ മുസ്തഫ തൻ്റെ കയ്യൊപ്പ് ചാർത്തി ഗർഗാഷ് എന്ന പേരിൽ. ഇവിടെ വന്നപ്പോൾ ആദ്യത്തെ ജോലി ബാങ്കിലായിരുന്നു. അത് ഒരു 1.5-2 വർഷം കഴിഞ്ഞു. പിന്നെ മസ്കറ്റിലേക്ക് പോയി. അവിടെ കുറച്ച് നാൾ ഒരു കൺസൾട്ടൻസിൻ്റെ കൂടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് 79 ഇൻഷുറൻസ് മേഖലയിലേക്ക് വരുന്നത്. പഠിച്ചതിനപ്പുറം പഠിച്ചതുകൊണ്ടും അറിഞ്ഞതിനപ്പുറം അറിയാൻ ശ്രമിച്ചതുകൊണ്ടും ഈ മലയാളി ഇൻഷുറൻസ് മേഖലയിൽ മറ്റാരേക്കാളും മിടുക്കനായി. നമ്മൾ പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാകാവുന്ന നമ്മൾ ജീവിതത്തിൽ ഷോർട്ട് ടേം പ്ലാനിങ് ചെയ്യുന്ന ആളുകളാണ്. ഞാൻ ഗൾഫിൽ വന്നപ്പോൾ ഒരു 5-10 വർഷം എന്ന് മാത്രമാണ്. പല പ്രവാസികളും അങ്ങനെയാണ് വരുന്നത്. 5 കൊല്ലത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ 3 കൊല്ലത്തേക്ക് വരുന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഫോറെവർ ദെയർ ഹിയർ. അതുപോലെ ഞാൻ ഈ 94 തുടങ്ങുമ്പോൾ ഒരു 10 വർഷം ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ അങ്ങ് പോകാമെന്നുള്ള. പക്ഷേ ഒരു 10 വർഷം ആകുമ്പോഴേക്ക് ഇതൊരു വലിയൊരു സ്ഥാപനം ആയി ടേക്ക് ഓഫിൻ്റെ ഘട്ടത്തിലെത്തി. അതോടുകൂടി പിന്നെ ആ ഒരു ഐഡിയ മാറി, തിരിച്ചു പോവുക, നാട്ടിൽ പോവുക എന്നുള്ള അവസ്ഥ മാറിയിട്ട് ഇവിടെ തന്നെ ധാരാളം സാധ്യതകളും കമ്പനിക്ക് തന്നെ വളർച്ചയ്ക്കുള്ള ധാരാളം ഇത് കണ്ടതോടുകൂടിയിട്ട് അങ്ങനെയാണ് അതിങ്ങനെ 25 വർഷത്തേക്ക് നടന്നത്. തുടങ്ങുമ്പം ഒരു 10 വർഷം ചെയ്തതിനും കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഒരു ബിസിനസ്സിനപ്പുറം ഇൻഷുറൻസ് രംഗത്തെ ഒരു പാഷനായി കാണുന്ന ഈ പ്രയത്നശാലി ഇനിയുമേറെ ചെയ്യാനുണ്ട് എന്ന ചിന്തയിൽ നിന്നാണ് 1994 ഗർഗാഷ് ഇൻഷുറൻസ് തുടങ്ങുന്നത്. കരിയർ ഗ്രോത്ത് വേണമെങ്കിൽ ഇൻഷുറൻസിൻ്റെ ഉന്നത വിദ്യാഭ്യാസങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗം നിരക്കിയാണ് ചാർട്ടേഡ് ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലണ്ടൻ്റെ പരീക്ഷകൾ എഴുതുകയും ഒടുവിൽ അവരുടെ UAE നിന്ന് ആദ്യത്തെ ഫെലോഷിപ്പ് ലണ്ടൻ ചാർട്ടേഡ് ഇൻഷുറൻസിൻ്റെ ബാങ്കിങ് ചെയ്ത ആളാണ്. അങ്ങനെയാണ് ഒരു മൾട്ടിനാഷണൽ കമ്പനി ഉണ്ടായിരുന്നു. അവിടെ 1994 വരെ ജോലി ചെയ്തു. 94 ആദ്യത്തിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം എന്നുള്ള ധാരണയിൽ ആണ് ഗർഗാഷ് ഇൻഷുറൻസ് തുടങ്ങുന്നത്. ഒരു എൻ്റർപ്രനോറെ സംബന്ധിച്ചിടത്തോളം ഇത് പാഷനാണ്. ആ പാഷൻ എപ്പോഴും ഉണ്ടാവണം. ആ പാഷൻ ഇല്ലെങ്കിൽ പിന്നെ then there is no need to be in business. ഓരോ രാജ്യത്തെയും സമ്പദ്ഘടനയിൽ ഇൻഷുറൻസിന് ഒരു പ്രധാന പങ്ക് തന്നെയുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ ഭാരതം അതിൽ ഏറെ പിന്നിലാണ്. ഒരു പരിധിവരെ നമ്മുടെ നാട്ടിലെ ഇൻഷുറൻസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇൻഷുറൻസിൻ്റെ പ്രാധാന്യവും ഉദ്ദേശ ലക്ഷ്യങ്ങളും സാധാരണ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് അതിൻ്റെ കാരണമെന്ന് ഇദ്ദേഹം എടുത്തു പറയുന്നു. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ നീഡാണ്. ആ എക്കണോമി അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഇൻഷുറൻസ് ആവശ്യമാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ മെല്ലെയാണ് അതിൻ്റെ ഒരു പെനിട്രേഷൻ ഉണ്ടായിട്ടുള്ളത്. അതേസമയത്ത് ഡെവലപ്ഡ് മാർക്കറ്റ്സിലൊക്കെ അത് ഒരു ബിസിനസ്സിൻ്റെ ഇന്നെവിറ്റബിൾ ഇൻഗ്രീഡിയൻറ്റ് സപ്പോർട്ട് സിസ്റ്റമാണ്. ബാങ്കിങ് പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ആണ് ഇൻഷുറൻസിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റും അത് കാര്യങ്ങളും. വ്യക്തിഗതമായിട്ടാണെങ്കിൽ ഇപ്പം ഡെവലപ്ഡ് രാജ്യങ്ങളിലൊക്കെ
എല്ലാ ആളുകളും അതൊരു മസ്റ്റ് നീഡഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ലൈഫ് ഇൻഷുറൻസിൽ കവിഞ്ഞ് ഇപ്പോഴാണ് മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത് കഴിഞ്ഞ ലാസ്റ്റ് 10 years ആയിട്ട്. 2018 മലയാള നാടിനെ തകർത്ത മഹാപ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും നമ്മുടെ വസ്തുവകകളെ നമുക്കും ഇൻഷുർ ചെയ്യാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ 2 കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഒരു അവയർനെസ് വളരെ വലുതായിട്ട് ഇൻഷുറൻസ് കമ്പനികളും പൊതുസമൂഹത്തിൽ തന്നെയുള്ള സോഷ്യൽ ഓർഗനൈസേഷൻ ചെയ്യേണ്ടതുണ്ട്. അതൊന്ന്. മറ്റൊന്ന്, ഞാനിപ്പോൾ കാണുന്ന ഇപ്പോൾ പ്രളയം വന്നു. ഈ പ്രളയം വന്നപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളിലും ഈ നാച്ചുറൽ കലാമിറ്റീസ് സ്ഥിരമായിട്ടുണ്ടാകുന്ന രാജ്യങ്ങളിലൊക്കെ ആ രാജ്യങ്ങൾ ഇത്തരം കലാമിറ്റീസിനെതിരായിട്ടുള്ള ഇൻഷുറൻസ് എടുക്കും. ഇപ്പം നമ്മൾ ഇപ്പോൾ കേരളത്തിൽ കാണുന്ന 31,000 കോടി രൂപയുടെ നഷ്ടമാണ്, അല്ലേ, വലിയ എമൗണ്ട്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമ്മൾ കാണുന്ന പുതിയ ആഗോള ഗ്ലോബൽ വാർമിങ്ങും എല്ലാം വെച്ച് കാണുകയാണെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം ഇനിയും കുറേയും കൂടി ശക്തമാവുകയും ഇത്തരം പ്രതിഭാസം 100 കൊല്ലത്തിന് ശേഷമുള്ളതിന് ചിലപ്പോൾ 10 കൊല്ലം കൊണ്ട് വന്നുകൂടാന്നുള്ള അവസ്ഥകളൊക്കെ കാര്യങ്ങൾ വരികയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കേരള ഗവൺമെൻറ്റുമായിട്ട് അത് ഒരു നിർദ്ദേശം മുമ്പിൽ വെച്ചിട്ടുണ്ട്. സർക്കാരുകൾ ഈ നാച്ചുറൽ കലാമിറ്റീസ് കാറ്റാസ്ട്രോഫിക് കവർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെടുത്തിട്ട്, അല്ലാതെ ഇത് എല്ലാ കാലഘട്ടത്തിലും മറ്റേ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ റീബിൽഡ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും. അതിനൊരു സംഖ്യ കണ്ടിട്ട് ആ പ്രീമിയം കൊടുത്തുകൊണ്ട് ഈ നാച്ചുറൽ കലാമിറ്റീസിനുള്ള പ്രൊട്ടക്ഷൻ അനിവാര്യമായിട്ട് വരും. പിന്നെ അതിനും വലിയൊരു സംഭവമൊക്കെ വന്നു കഴിഞ്ഞാൽ മാറ്റാമെന്നുള്ളത്. ഇവൻ എർത്ത് ക്വേക്ക് നടക്കുന്ന പല രാജ്യങ്ങളിലും എർത്ത് ക്വേക്കിന് അനുകൂലമായിട്ടുള്ള ഇൻഷുറൻസുകൾ രാജ്യങ്ങൾ തന്നെ എടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് വരാവുന്ന കാര്യങ്ങൾ സുനാമി, ഫ്ലഡ്, ഇതുപോലുള്ള കാര്യങ്ങളാണ്. ഇതിനൊക്കെ കവേഴ്സ് ആഗോളാടിസ്ഥാനത്തിൽ അവൈലബിൾ ആണ്. ഗർഗാഷ് ഇൻഷുറൻസിന്റെ സേവനങ്ങൾ ഇന്ന് വിവിധ രാജ്യങ്ങളിൽ നേരിട്ടും അല്ലാതെയും ലഭിക്കുമ്പോൾ പൂർണ്ണമായ അർത്ഥത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന രാജ്യം UAE ആണ് എന്ന് ഇദ്ദേഹം തറപ്പിച്ചു പറയുന്നു. 3 സ്ഥലങ്ങളിലാണ് ഉള്ളത്: ദുബായ്, അബുദാബി ആൻഡ് ഷാർജ. പക്ഷേ വി ആർ പാർട്ട് ഓഫ് 2 മേജർ ഗ്ലോബൽ നെറ്റ്വർക്ക്സ്. ഒന്ന് വിങ്സ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക്, പിന്നൊന്ന് യൂറിബ്രോൺ എന്ന് പറയുന്ന ഈ ബ്രോക്കർ നെറ്റ്വർക്ക്സ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഇവിടെയുള്ള ഏതെങ്കിലും കസ്റ്റമർക്ക് യൂറോപ്പിലോ അമേരിക്കയിലോ ഫാർ ഈസ്റ്റിലോ അവരുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇൻഷുറൻസ് വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ കറസ്പോണ്ടിങ് കമ്പനികളുണ്ട്. അതുപോലെ ആ രാജ്യങ്ങളിലുള്ള കമ്പനികൾക്ക് അവരുടെ ഏതെങ്കിലും ഇൻഷുർ ചെയ്തിരിക്കുന്ന വ്യവസായങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളോ UAE-യിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് വേണമെങ്കിൽ ഞങ്ങൾ വന്നുള്ളൂ. അങ്ങനെ ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് ത്രൂ ഔട്ട് ദി ഗ്ലോബ്, ആ നെറ്റ്വർക്ക് ആണ് ഞങ്ങളുടെ ഒരു വലിയ സ്ട്രെങ്ത്. ഗർഗാഷ് ഇന്ന് UAE-യിൽ ഇൻഷുറൻസ് രംഗത്ത് ഒരു ബ്രാൻഡായി മാറിയിട്ടുണ്ട്. അതിനു പിന്നിൽ താൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ എപ്പോഴും ഒന്നാമനായിരിക്കുക എന്ന ഇദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത വാശിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞങ്ങളുടെ ബ്രാൻഡ് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡാണ്. നമ്മൾ ഇൻഷുറൻസ് എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ബ്രോക്കർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ അന്വേഷിക്കുമ്പം സ്വാഭാവികമായിട്ടും വരാവുന്ന ഒരു ഫസ്റ്റ് നെയിംസിൽ ഞങ്ങളെയാണ് ആളുകൾ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഞങ്ങൾ വളരെ സംതൃപ്തരാണ് ഞങ്ങളുടെ ബ്രാൻഡ് പൊസിഷനിങ്ങിൻ്റെ കാര്യത്തിൽ. ഇദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തോടെയും കൃത്യതയോടെയുമുള്ള പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പോലും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും പറയുന്നത് ടു ഗിവ് ദി കസ്റ്റമർ ദി എക്സ്പീരിയൻസ് ഓഫ് ഡിലൈറ്റ് ബിയോണ്ട് വാട്ട് ഹി എക്സ്പെക്ട്സ്. കസ്റ്റമർ ഫോക്കസ്. നമ്മൾ വേറെ സർവീസ് ഇൻഡസ്ട്രി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എന്നുള്ള ഒരു ഓർഗനൈസേഷൻ്റെ കോർപ്പറേറ്റ് കൾച്ചർ ടുവേർഡ്സ് കസ്റ്റമർ സർവീസ് അത് വരുമ്പോഴാണ് ഇപ്പം യു ക്യാൻ ഡു 10 ഗുഡ് തിങ്സ്. നിങ്ങൾ ഔട്ട് ഓഫ് ദി 10 നിങ്ങൾ ചെയ്യുന്ന ഒരു സർവീസ് തെറ്റിയിട്ടുണ്ടെങ്കിൽ പീപ്പിൾ വിൽ ടോക്ക് ബാഡ് അബൌട്ട് യു. ഗുഡ് സർവീസ് കിട്ടിയ പീപ്പിൾ ആർ ഓക്കെ, ഹാപ്പി, ഖലാസ്, they will not go and complain. But as soon as you have a bad experience, people are going to talk because they don't expect it, they don't deserve it. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ അതിനെ കുറ്റം പറയും. അപ്പോൾ ആ ഒരു കുറ്റമില്ലായ്മയിലേക്ക് എത്താന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഏറ്റവും വലിയ പ്രൊപ്പോണൻസ് നമ്മുടെ കസ്റ്റമേഴ്സാണ്.
ഗർഗാഷി പോയി എൻ്റെ ഈ ക്ലെയിമൊക്കെ ശരിയാക്കി തന്നു, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ പൊയ്ക്കോളൂ എന്ന് പറയുന്ന ഒരവസ്ഥ. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ അസറ്റ് ആൻഡ് നമ്മുടെ ടീം. ലോക കേരള സഭാംഗം, നോർക്ക ഡയറക്ടർ, ഇവയൊക്കെ അർഹതയ്ക്ക് കിട്ടിയ അംഗീകാരമായി കണ്ടു പ്രവർത്തിക്കുമ്പോഴും അനേകർക്ക് ആശ്രയമായ ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ഭാഗമാകുന്നതിലൂടെയാണ് ജീവിതത്തിൽ ഇദ്ദേഹം ആനന്ദം കണ്ടെത്തുന്നത്. കേരള ഗവൺമെൻറ് നോർക്കയുടെ ഡയറക്ടറാക്കിയിട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവാസികളുടെ പ്രശ്നങ്ങളുമായിട്ട് കുറേ ബന്ധിച്ച് പ്രവർത്തിക്കുന്നത് ലോക കേരള സഭയും പ്രവാസി പുനരുദ്ധാരണം, പിന്നെ ഇപ്പോൾ റീബിൽഡ് കേരള, ഇങ്ങനെയുള്ള കുറേ സോഷ്യൽ ആക്ടിവിറ്റീസും കൂടി ഇതിന് ഇതുണ്ട്. പിന്നെ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് പല ആളുകളുടെ സഹായത്തോടു കൂടിയിട്ട് ഞങ്ങൾ നാട്ടിലൊരു ക്യാൻസർ പാലിയേറ്റീവ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ്സ് ഓൾസോ ഡൂയിങ് വെരി വെൽ. അത് ടോട്ടലി ഫ്രീ ചാരിറ്റബിൾ സൊസൈറ്റി. പേഷ്യൻസിന് ₹1 പോലും ചാർജ് ചെയ്യാതെ. ശരി, മലബാർ ക്യാൻസർ സെൻറ്ററിൻ്റെ തൊട്ട് ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട്. ഭാര്യ സീനത്തും 2 പെൺമക്കളുമാണ് ഈ കുടുംബനാഥന്. ഭാര്യ സീനത്ത് ഞങ്ങൾ വിവാഹിതരായിട്ടും 40 വർഷമാണ്. 2 പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികളും അമേരിക്കയിൽ സെറ്റിൽഡാണ്. ഭർത്താക്കന്മാരോട് 3 ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട്. ഇതാണ് കുടുംബം. അതായത് ന്യൂക്ലിയർ കുടുംബം എന്ന് പറയുന്ന കുടുംബം അതാണ്. നമുക്ക് പലർക്കും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തെ പ്രശ്നമായി കാണുമ്പോൾ ആ പ്രശ്നങ്ങളെ അവസരമായി കണ്ട് മുന്നേറിയവരാണ് മുസ്തഫയെ പോലുള്ള വിജയികൾ. ലോകം വിജയികൾക്കുള്ളതാണ്. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായിരിക്കാൻ നാം ഇന്ത്യക്കാരെല്ലാവരും പ്രതിജ്ഞാബദ്ധരാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി അടുത്ത ആഴ്ച ശുഭരാത്രി.